വരും. അതുകൊണ്ട് തന്നെ തൃശൂർ ടൈറ്റ് ഫൈറ്റ് ആണ്. പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ കംഫർട്ടബിൾ പൊസിഷനിൽ 10,000-ന് മുകളിൽ വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക്. ഓഹരി വിപണി തകർന്നിരിക്കുകയാണ്. കാരണം മോദി സർക്കാരിന് മൂന്നാം ഊഴം ഉണ്ടാകുമോ എന്നുള്ള സംശയം വന്നു. ഓഹരി വിപണിയിൽ വൻ തകർച്ച. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകളിൽ അടിച്ചു കയറിയ ഓഹരി വിപണി ഇപ്പോൾ തകർച്ചയിലായിരിക്കുകയാണ്. കേരളത്തിൽ UDF തരംഗം. ചാലക്കുടിയിൽ UDF ലീഡ് തിരിച്ചുപിടിച്ചു. കോട്ടയത്തും UDF തിരിച്ചുപിടിച്ചു. കാസർഗോഡും UDF തിരിച്ചുപിടിച്ചു. ഇല്ല, കാസർഗോഡ് LDF ആണ് ഇപ്പോൾ. ഈ ഘട്ടത്തിൽ LDF ആണ്. ഒപ്പം തിരുവനന്തപുരത്ത് ശശി തരൂർ 1230 വോട്ടിന് മുന്നിൽ നിൽക്കുകയാണ്. തരൂരിന് അവിടെ വെല്ലുവിളിയില്ല. തൽക്കാലം രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചോ തിരുവനന്തപുരത്ത്? ചോദ്യമുയരുന്നു. ചെറിയ ലീഡല്ലേ, 1230 വോട്ടുകൾ. ഒരു കാര്യമാണ്, BJP തുടക്കത്തിൽ ലീഡ് നേടണമായിരുന്നു. അല്ലെങ്കിൽ അവസാന റൗണ്ടുകളിൽ ബുദ്ധിമുട്ടും. അത് UDF-ന്റെയും LDF-ന്റെയും സ്ട്രോങ് ഹോൾഡ്സിലേക്ക് മാത്രമായിട്ട് എണ്ണൽ മാറേണ്ടതുണ്ട്. തിരുവനന്തപുരത്തിലെ സ്ഥിതി അങ്ങനെയാണ്. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ ആന്റണിക്ക് കോച്ച് വോട്ടിന് കുറവുണ്ട്. 100 വോട്ടുകൾ കൂടി കുറഞ്ഞു. ഹൈബീഡിന്റെ ലീഡ് 26,000 വളരെ പ്രധാനമാണ്. കാരണം മലപ്പുറത്ത് 32,000 കടക്കുന്നു UDF-ന്റെ ലീഡ്. ഒപ്പം കൊല്ലത്ത് 10,000 കടക്കുന്നു. കോട്ടയത്ത് 5,000 കടക്കുന്നു. ആലപ്പുഴയിൽ 5,000 കടക്കുന്നു. പാലക്കാട് 7,000 കടക്കുന്നു. കാസർഗോഡ് ഇപ്പോൾ 917 UDF ലീഡിലേക്ക് തിരിച്ചു വരുന്നു. കൊല്ലത്ത് 10,000 കടക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ എറണാകുളത്ത് 16,837, വയനാട്ടിൽ 30,000 കടക്കുന്നു. കോഴിക്കോട്ട് 10,000 കടക്കുന്നു. അങ്ങനെ UDF മുന്നേറുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ലീഡിലേക്ക് UDF സ്ഥാനാർത്ഥികൾ കുതിച്ചെത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ സംസ്ഥാനത്ത് ഒരു UDF തരംഗം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഈ മൂന്നാം റൗണ്ട് ഏതാണ്ട് അവസാനം എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഒന്ന് 17-2-1 തന്നെയാണ്. കാരണം ആറ്റിങ്ങലിൽ നേരിയ ലീഡ് ബിജോയ്ക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആറ്റിങ്ങലും ലീഡ് വീണ്ടും LDF തിരിച്ചു പിടിച്ചു. ആറ്റിങ്ങൽ ചെറിയ 16-3-1. അതെ, നഷ്ടം UDF-നാണ്. അവരുടെ കയ്യിലുണ്ടായ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. കെ മുരളീധരൻ 3-ാം സ്ഥാനത്തേക്ക് താഴുന്നു. ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങൾ 1 ആറ്റിങ്ങൽ, 2 ആലത്തൂർ, 3 കാസർഗോഡ്, 4 പാലക്കാട്. ഈ 4 മണ്ഡലങ്ങളും ശ്രദ്ധിക്കേണ്ടതായി വരികയാണ്. പോരാട്ടം നടക്കുന്ന 4 മണ്ഡലങ്ങളാണിത്. ആറ്റിങ്ങൽ, പാലക്കാട്, ആലത്തൂർ, കാസർഗോഡ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ഈ മണ്ഡലങ്ങളിൽ. അത് എങ്ങനെ മറിയുമെന്ന് അനുസരിച്ചിരിക്കും. മാവേലിക്കലും ടൈറ്റ് ഫൈറ്റ് ആണ്. മാവേലിക്കലിലും വലിയ മുന്നേറ്റം LDF സ്ഥാനാർത്ഥി കാഴ്ചവെക്കുന്നുണ്ട്. 16,681 വോട്ടുകളുണ്ട് ഷാഫിയുടെ ഭൂരിപക്ഷം. അവിടെ ടൈറ്റ് ഫൈറ്റിന് ഇനി നമുക്ക് പരിഗണിക്കേണ്ടതില്ല. 16,000. പക്ഷേ ഈ എണ്ണുന്ന മണ്ഡലങ്ങൾ കൂടി നോക്കേണ്ടതാണ്. എണ്ണുന്ന ബൂത്തുകൾ കൂടി നോക്കേണ്ടതാണ്. തലശ്ശേരിയുണ്ട്, കൂത്തുപറമ്പുണ്ട്. അവിടേക്ക് അവസാനം അപ്ഡേറ്റ് വരുന്നു. ഷാഫിയുടെ ഭൂരിപക്ഷം 12,639 വോട്ടുകളായി ഉയർന്നു എന്നതാണ്. വടകര ഷാഫിയുടെ കൈകളിലേക്കാണോ? 12,639. കോഴിക്കോടും UDF പക്ഷത്തേക്ക് 14,534. എനിക്ക് തോന്നുന്നു കോഴിക്കോട് UDF-ന് ഒരു വെല്ലുവിളിയില്ല. കോട്ടയത്ത് 5,936 UDF-ന്റെ ഭൂരിപക്ഷം കോട്ടയത്തും ഉയർന്നു എന്നാണ് ചിത്രം. വോട്ടുകൾ എണ്ണി വരുന്നതേ ഉള്ളൂ. പല റൗണ്ടുകളും പിന്നിടുന്നേ ഉള്ളൂ. 2ാം റൗണ്ടിലാണ് കോട്ടയത്തെ എണ്ണൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അപ്ഡേറ്റ് കൃത്യമായിട്ട്, ദേശീയ തലത്തിലുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ടുള്ളത് ന്യൂസ് 18-ലാണ്. 291 എന്നുള്ളതാണ് NDA-യുടെ കണക്ക്. മറ്റു പലരും മറ്റ് കണക്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ 291 എന്ന അതേ പട്ടിക തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്. നമ്മുടെ കണക്കിലേക്ക് മറ്റു എത്തുകയാണ്. 246 വരെ NDA ഇടയ്ക്ക് താഴ്ത്തിയ ചാനലുകളുണ്ട്. പക്ഷെ നമ്മുടെ കണക്ക് വളരെ അക്യുറേറ്റ് ആണ്. 290 എന്ന നിലയിൽ തന്നെ NDA നിൽക്കുന്നു. അതുപോലെ എന്നുള്ള അപ്ഡേറ്റ് 291, 216 ഇതിൽ പിടിക്കാനോ ഇല്ല. 290 നമ്മുടെ കണക്കാണ് ആക്യുറേറ്റ്. കാരണം ദേശീയ തലത്തിൽ ഏറ്റവും കൃത്യമായ വിവരശേഖരണമുള്ള ചാനൽ ന്യൂസ് 18 ആണ്. അതിൽ യാതൊരു സംശയവും പ്രേക്ഷകർക്ക് വേണ്ട. 290 എന്ന നിലയിൽ ഇപ്പോൾ NDA സഖ്യമുണ്ട്. മറ്റ് ചാനലുകൾ ഇന്ത്യ സഖ്യത്തിന് 250 താഴെ എത്തിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല കണക്ക്. വളരെ കൃത്യമായ കണക്ക് ഓരോ മണ്ഡലങ്ങളിലും എത്തി ഞങ്ങൾ കണക്കാക്കുന്നതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും വിപുലമായ സംവിധാനമുണ്ട്. 290 എന്ന നിലയിൽ ഇപ്പോൾ NDA സഖ്യം ആദ്യ ഘട്ടം മുതൽ നിൽക്കുന്നു. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 6-1 എന്നുള്ളതാണ്. നേരത്തെ 4-3 ആയിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. 6-1. 6 സീറ്റിൽ BJP, 1 സീറ്റിൽ ഇന്ത്യ സഖ്യം. അല്ലെ, അത് ശരിയാണല്ലോ. അല്ലെ, 6-1. ഡൽഹിയിൽ BJP-യുടെ മുന്നേറ്റമുണ്ട്. അത്
അത് 6 നിലയിലാണ്. യു പിയിലാണ് വലിയ തിരിച്ചടി BJP സഖ്യത്തിന് NDA സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മാവേലിക്കര ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ഏതാനും വോട്ടുകളുടെ മാത്രം ലീഡിൽ, ഏതാനും വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ UDF-ന്റെ ലീഡല്ലേ അവിടെ. UDF-ന് 191 വോട്ടുകളുടെ മാത്രം ലീഡാണ് മാവേലിക്കരയിൽ. 191 വോട്ടുകളുടെ മാത്രം ലീഡാണ് മാവേലിക്കരയിൽ. 15,854 സുരേഷ് ഗോപിയുടെ ലീഡ്. സുരേഷ് ഗോപി തൃശ്ശൂരിങ് എടുക്കുകയാണ്. പാലക്കാട് 12,000 വോട്ടായിട്ട് VK ശ്രീകണ്ഠൻ ലീഡും ഉയർന്നു. അങ്ങനെ പാലക്കാട് UDF മുന്നേറുകയാണ്. തിരുവനന്തപുരത്ത് ടൈറ്റ് ഫൈറ്റ്. തരൂരിന് 1066 വോട്ടുകൾക്ക് മാത്രമാണ് തരൂർ മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വെറും 1066 വോട്ടിന് രാജീവ് ചന്ദ്രശേഖരേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് ശശി തരൂർ. ആലത്തൂർ പോലെ കാസർഗോഡ് പോലെ തിരുവനന്തപുരത്തും ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 1020 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ തരൂർ ലീഡ് ചെയ്യുന്നു. പന്നിൻ രവീന്ദ്രനാണ് 3-ാം സ്ഥാനത്ത്. മാവേലിക്കരയിൽ ലീഡ് കൂടുന്നു. മാവേലിക്കരയിൽ പിന്നെ ലീഡ് കൂടി 1189 മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ ലീഡ്. മാവേലിക്കര ടൈറ്റ് ഫൈറ്റ് ആണ്. മാവേലിക്കരയും ആലത്തൂരും തിരുവനന്തപുരവും കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. കണ്ണൂർ പ്രശ്നമുണ്ടോ? കണ്ണൂർ UDF കംഫർട്ടബിൾ പൊസിഷനിലല്ലേ? K സുധാകരൻ വ്യത്യാസമില്ല. വടകരയിൽ UDF ആണ്, കാസർഗോഡ് UDF ആണ്. അതെ, കാസർഗോഡ് അതെ. ഒപ്പം എറണാകുളത്തെ ചിത്രം മാറുന്നു. എറണാകുളത്ത് 32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഹൈബിയുടെ മാറുന്നു എന്ന ചിത്രം. 1 ലക്ഷത്തിലേക്ക് കുതിക്കുവാനാണ് സാധ്യത. 1 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം കടന്നു. വ്യത്യാസം. തരൂർ 1910 വോട്ടുകൾക്ക് മുന്നിൽ. 1910. ശ്രദ്ധിക്കണം, തരൂരിന്റെ ലീഡ് 1910 വോട്ടുകൾ. രണ്ടാമത് BJP ആണ്. തരൂർ 1910 വോട്ടുകൾക്ക് മുന്നിൽ. അതേസമയം ET മുഹമ്മദ് ബഷീർ 37,000 വോട്ടുകൾക്ക് മലപ്പുറത്ത് മുന്നിൽ UDF ഉറപ്പിച്ചു. പൊന്നാനിയും UDF ഉറപ്പിച്ചു 22,000 വോട്ടുകൾക്ക്. സംസ്ഥാനത്ത് ഏതാണ്ട് 8ഓളം മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനകം. കാരണം 25,000-ന് മുകളിൽ 20,000 വോട്ടുകൾ ഭൂരിപക്ഷമുള്ള 8ഓളം മണ്ഡലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 8ഓളം മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു. അതേസമയം LDF ലീഡ് ചെയ്ത സ്ഥലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് കോൺഗ്രസ് ക്യാമ്പുകൾ ആഘോഷം തുടങ്ങി. അതാണ് UDF തരംഗം. കേരളത്തിൽ മിക്കവാറും 1-2 സീറ്റുകളെ LDF-ന് കിട്ടുകയുള്ളൂ. ആലത്തൂർ സഹായിച്ചാൽ LDF-ന് 1 സീറ്റ് കിട്ടാം. അതല്ലെങ്കിൽ മാത്രമാണ്. 767 ഇപ്പോൾ UDF 160 സീറ്റുകൾക്ക് മുന്നിലാണ്. ആലത്തൂർ, മാവേലിക്കര ഈ 3 ഒഴികെ ബാക്കി സീറ്റുകൾ UDF പക്ഷത്തേക്കാണ്. തൃശൂർ BJP 16-3-1 ഓർപ്പിക്കോ? 16-3-1. ഇപ്പോൾ ഈ 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ് മഞ്ജുഷ്. 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. തിരുവനന്തപുരത്ത് 1910 തൊട്ടാണ് തരൂരിന് ഇപ്പോൾ ഉള്ള ലീഡ്. BJPക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ ഞാനിതിൽ പ്രതീക്ഷ പുലർത്താത്ത എന്താണെന്ന് വെച്ചാൽ BJPക്ക് തിരുവനന്തപുരം ജയിക്കണമെങ്കിൽ തുടക്ക സമയത്ത് ലീഡ് നേടണം. കാരണം അവസാനം 3 റൗണ്ടുകളിൽ BJPയുടെ സ്ട്രോങ് ഹോൾഡിൽ വോട്ടെണ്ണൽ ഇല്ല. അത് 13ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും തീരും. അവസാനത്തെ 3 മണിക്കൂറിൽ നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും മാത്രമേ ഉള്ളൂ. അത് UDFന്റെ സ്ട്രോങ് ഹോൾഡാണ്.